സഹായവല ഞങ്ങളുടെ നഷ്ടം നിങ്ങളുടെ ലാഭം. കിട്ടണ കാശ് കൂടെ ചവച്ചു തൂപ്പണ്ട് കടവാക്കി വിളിതള്ളേ. ഓടിവാ ഓടിവാ, നല്ല പെടക്കില മീൻ വാങ്ങിക്കോ. ഓടിവാ ഓടിവാ, നാട്ടുകാരെന്നോ ഗൾഫുകാരെന്നോ നോക്കാനോ എല്ലാവർക്കും ന്യായമായ വില. നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പോകുന്നത്? പെറ്റ തള്ളയാണ് ഞാൻ നോക്കത്തില്ലേ കേട്ടാ. വേഗം വിറ്റീർക്കാൻ നോക്കി. ടാക്കീസിൽ പുതിയ തെലുങ്ക് ടപ്പിംഗ് പടം വന്നിരിക്കുകയാണ്. എങ്ങനെ നീയാ ഞാനാവും അപ്പൻ അരസംഘം? അതെനിക്ക് നിനക്ക് കിട്ടുന്ന കാശ് മുഴുവൻ സിനിമ ടാക്കീസിൽ കൊണ്ട് കളയാനാ. പിന്നെ നിങ്ങളുടെ ഉപ്പുപ്പാന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. ഞാൻ അധ്വാനിക്കുന്ന കാശ് എന്റെ ഇഷ്ടം പോലെ ചെയ്യും. എന്നാ ഞാൻ അധ്വാനിക്കുന്ന കാശ് എന്റെ ഇഷ്ടം പോലെ ചവച്ചു. ഉപ്പണ്ട നിങ്ങൾ വിഴുങ്ങിക്കോ. തിന്നിങ്ങലെ തള്ളേ, ചാരായ തള്ളേ. അതെന്റെ ഇഷ്ടം. ആഹാ, ഇത് ആരാണ് കർത്താവേ? വരണം കൊച്ചു വക്കീല. വക്കീലായിട്ടില്ല, പരീക്ഷ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നായാലും ആവുമല്ല. പിന്നെ ഞങ്ങൾ തമ്മിൽ ആഴ്ചയിൽ 3 പ്രാവശ്യം സിനിമ ടാക്കീസ് വെച്ച് കാണും കേട്ടാ. അടുത്ത ആഴ്ച ബുള്ളറ്റ് റാണിയുടെ പടം ഓപ്പറേറ്റർ വേലായുധം പറഞ്ഞു പുതിയ കാപ്പി സെക്സ് സെക്സ്. എന്റെ കർത്താവേ, ഇവന്റെ ഒരു സിനിമ. എന്റെ കർത്താവേ, ഇന്നത്തെ ദിവസം പോക്കാണ് കേട്ടാ. ആ കാലമടം കേസുകാര് പറഞ്ഞിട്ടുണ്ട് 65 രൂപ. സ്വർണത്തിന്റെ വിലയല്ലേ ചോദിച്ചത്. വായില് വെള്ളം പറ്റണവരെ വില വേശി അവസാനം മീൻ മാങ്ങാണ്ട് വീട്ടിലാട്ട് പോകും. അതിന് ഞാൻ ഇന്നൊരു പണി ഒപ്പിച്ചേരാം. ഞങ്ങൾ അങ്ങോട്ട് മാറിക്കാം. പട്ടി റൊട്ടി കടിച്ച മാതിരി ഒരു മോന്ത കണ്ടിട്ടുണ്ടോ അമ്മ? എന്നാ നോയിക്കോളി. വാവാ കേശുനാരെ, നല്ല വറ്റിയും കാളാഞ്ചിണ്ട്. പെടക്കിനത് പിടക്കുന്ന മീനാണോ അതോ കുഞ്ഞല്ലാമേ? എന്റെ പെടക്കിന പ്രായം എന്താ കണ്ടിരുന്നെങ്കിലേ. എന്നാ എനിക്ക് ഭാര്യമാര് 4 എങ്കിൽ എന്റെ അപ്പച്ചൻ രക്ഷപ്പെട്ടേനെ. വില പറ. വറ്റ 50 രൂപ, കാളാഞ്ചി 60 രൂപ. ഈശ്വര, യുദ്ധകാലത്ത് പോലും ഇത്ര വില ഉണ്ടായിരുന്നില്ലല്ലോ. ഒറ്റയും കാളാഞ്ചി വേണം ഇപ്പത്തിന് പോണേ. ശരിക്കുള്ള വില പറ. വില എന്റെ അമ്മച്ചി പറഞ്ഞാൽ അപ്പുറം ഒരു പൈസ കുറയില്ല. ഇത് 8 വീട്ടുകാർക്ക് വേണ്ടിയാ. 8 വീട്ടിലല്ല 10 വീട്ടിലായാലും വില കുറയൂല. അവര് വിചാരിച്ച നിന്റെ കച്ചവടം പൂട്ടിക്കും. എന്നിട്ട് അവന്മാര് മീൻ കച്ചവടം തുടങ്ങുക. ഓടെ പെരട്ടതായരെ പെരട്ടിലായിരുന്നു. തന്തയ്ക്ക് പറയുന്നത് അവന്റെ തന്തയ്ക്ക് വിളിക്കില്ല. നിങ്ങളുടെ തന്തയ്ക്ക് പറഞ്ഞില്ലല്ലോ. അവന്റെ എന്തൊക്കെയല്ലേ പറഞ്ഞു? അവന്റെ തന്ത ആരെന്നാ വിചാരം? എന്റെ കെട്ടോനാണോ? ഓ, നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടല്ലോ. അതെന്ത് ബന്ധം? അസംബന്ധം. എന്താ ചേട്ടാ ഇത്? എന്ന് പറഞ്ഞാടാ ഞാൻ നിന്റെ ചേട്ടനായത്. അതെ, വിവരമില്ലാത്തവനൊക്കെ ചേട്ടാന്ന് വിളിക്കാൻ വലിയ ഇഷ്ടമുള്ള കാര്യം. വില പറ. കിലോ 60 രൂപ. കുറയില്ല. പിന്നെ ഉപ്പ് കണ്ടം കാര്യം നക്കാപ്പിച്ച കണക്കൊന്നും പറയാറില്ല. 60 രൂപ വെച്ച് 10 കിലോ എടുത്തോ. 70 രൂപ വെച്ച് 10 കിലോ. 80 രൂപ വെച്ചെടുത്തോ. 90 രൂപ വെച്ചെടുത്തോ. 100 രൂപ വെച്ചെടുത്തോ. 110 രൂപ. എന്നാലേ അങ്ങ് കൊടുത്തേ. ആദ്യം കാശെടുത്ത ഉപ്പ് കണ്ടത്തിലെ ഊപ്പ പിള്ളേര് 8 വീട്ടുകാരോട് കളിച്ച് ജയിക്കാമെന്ന് വിചാരിക്കണ്ട. അപ്പോഴേ കുഞ്ഞീശോ, ഉപ്പ് കണ്ടങ്കാർക്ക് വേണ്ടി സ്പെഷ്യലായി മാറ്റി വെച്ചിരിക്കുന്ന ഐസ് ഇടാത്ത മീനിങ് എടുത്തോ. തരാവല്ലേ. അതാ സ്പെഷ്യൽ. എത്രയായി? കാശൊന്നും വേണ്ട. ഉപ്പ് കണ്ടക്കാരുടെ കാശ് അത് പറ്റില്ല. ബിസിനസ് വേറെ, ഫ്രണ്ട്ഷിപ്പ് വേറെ. വേണ്ടാന്ന്. അത് പറ്റില്ല. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഇത് 50 രൂപ മതി. ബാക്കി വെച്ചാളി. എന്നാലേ വൈകുന്നേരം വീട് വഴി ഇറങ്ങണം. ഞാൻ പുതിയ ഷർട്ട് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. വരട്ടെ. സഞ്ജി. മനുഷ്യൻ നിന്ന് വേരിറങ്ങി. എവിടെ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഇങ്ങനെ ദേഷ്യപ്പെട്ടാൽ എങ്ങനെ തങ്കച്ച? അതെ, നിന്നെ പോലെ വെറും ഒരു സാധാ പ്രീ ഡിഗ്രി സ്റ്റുഡന്റ് അല്ല ഞാൻ. MSc പാസ്സായ ശേഷം ഇപ്പൊ LLB കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റാ. എനിക്ക് ലൈബ്രറി ഡ്യൂസ് അടയ്ക്കണം, ഹോസ്റ്റൽ ഡ്യൂസ് അടയ്ക്കണം, ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് യാത്ര പറയണം. ഇതിനൊക്കെ സമയം എടുക്കൂലേ? ഓ അതെ, പെണ്ണുങ്ങളത്ത് യാത്ര ചോദിക്കുമ്പോ കുറച്ച് കൂടുതൽ സമയം എടുക്കും. തങ്കച്ച, അത് മാത്രം പറയരുത്. ഇതുവരെ ഒരൊറ്റ പെണ്ണിന്റെ മുഖത്ത് പോലും ഞാൻ നോക്കിയിട്ടില്ല. ഇവിടത്തെ പിള്ളേരൊക്കെ എനിക്ക് ഇട്ടിരിക്കുന്ന പേര് സ്ത്രീ വിദ്വേഷി എന്നാ. അപ്പൊ കാക്ക മലന്ന് പറക്കുമല്ലോ. മനുഷ്യരുടെ കാര്യം പറയുമ്പോ എന്തിനാ പക്ഷികളെ വലിച്ചടയ്ക്കുന്നത്? തങ്കച്ച, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാൻ ഈ ജന്മത്ത് വിവാഹം കഴിക്കുന്ന പ്രശ്നമില്ല. നമ്മുടെ പോളച്ചാനുണ്ടായ അനുഭവമാണ് എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചു. സീരിയസ് ആയിട്ടാണോ? എന്റെ ക്ലോസ് ഫ്രണ്ട്സാ. ലീനയും കൊണ്ട് അവളുടെ തന്തപ്പടി കാറി പോകുന്നുണ്ടല്ലോ. ഒരേ നാട്ടുകാരല്ലേ? അമ്മായിയപ്പനോട് ഒരു ലിഫ്റ്റ് ചോദിച്ചൂടായിരുന്നു. എന്റെ അനിയനാ. ഹലോ, ഞാൻ കത്തേക്കാം, നിങ്ങൾ പൊക്കോ. സ്ത്രീ ഉദ്യോഗസ്ഥല്ലോ. അവര് പറഞ്ഞ നീ വിശ്വസിച്ചു അല്ലേ? ഇതാ നിന്റെ കുഴപ്പം. ഇടാ, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നത് ലോ കോളേജിലെ ഒരു ഫാഷനാ. ഇതിനെവിടെ റാഗിംഗ് എന്ന് പറയും. ഇതിനാണോ റാഗിംഗ് എന്ന് പറയുന്നത്? അതെ. അപ്പൊ റാഗിംഗ് എന്തോ പറയും? തേങ്ങാ കൊല എന്ന് പറയും. നീ വാ. നിന്റെ അടുത്ത് ആരാ പറഞ്ഞു ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ? ഒരു റൗണ്ട് നല്ലയോ പറഞ്ഞു. പോയി ഒരു 10 റൗണ്ട് അടിച്ചിട്ട് വാ. സമയം വാങ്ങി പോട്ടെ. ശരി. അത് ശരി. ആ കപ്പേരുടെ മോള ഇതിനൊക്കെ മാമിയല്ലേ? അല്പക്കൂടെ സംസ്കാരത്തോടെ സംസാരിക്കാനിയാ. ചില കുറവാ. അതെനിക്കറിയാം. ഒന്ന് നോക്കിയാ ഞാൻ ഒരു പുലിവാലില കയറി പിടിച്ചിരിക്കണത്.
മീൻ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന കാശ് എന്തായാലും ഒരു പഞ്ചായത്ത് മെമ്പർക്ക് കിട്ടില്ലല്ലോ. ആരാ പറഞ്ഞ അമ്മച്ചി? നല്ലൊരു അവിശ്വാസ പ്രമേയം വന്ന് വീണാ പോരെ. ഭരണകക്ഷിയും പ്രതിപക്ഷം ഒരുപോലെ ചാക്കം കൊണ്ട് ഇറങ്ങൂലേ? ചാകര കൊയ്യാൻ ചാകര. വെറുതെ വെള്ളം അടിച്ചോണ്ട് വിവരക്കേട് പറയല്ലേ അമ്മച്ചി? ആരെന്താ വെള്ളം അടിച്ചത്? നിന്റെ അപ്പനാണ് വെള്ളം അടിച്ചത്. എന്റെ അപ്പനെ പറയുന്നത് കേട്ടാ? അടിച്ചു വന്നോളി ഞാൻ. എന്റെ കത്തിന്ന് വിട്, കത്തിന്ന് വിടുതള്ള. അവിടെ ഇരിക്കുന്നള്ള കല്ലൂടാൻ വന്നിരിക്കേ. ചേർത്തി പറഞ്ഞോ. പറഞ്ഞാട്ടെ. ചേർത്തി പറഞ്ഞോളാൻ. നിങ്ങൾ എല്ലാവരും പറഞ്ഞോണ്ടാ മക്കളെ ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് നിക്കാന്ന് വെച്ചത്. ഒരു കണക്കിന് നിങ്ങൾ എല്ലാവരും എന്റെ മക്കളാവേണ്ടവരാ. അതെങ്ങനെയാ ചേട്ടത്തി? ഓ, ഇനിയിപ്പൊ പഴയ കഥകളൊക്കെ പറഞ്ഞ് എന്തിനാ വെറുതെ കുടുംബകലഹം ഉണ്ടാക്കുന്നത് മക്കളെ? അതൊന്നും സാരമില്ല ചേർത്തി, പറഞ്ഞോ കേക്കട്ടെ. നിർബന്ധിച്ച ഞാനങ്ങ് പറഞ്ഞു പോകും. പറ. അതായത് എന്റെ നല്ല പ്രായത്തില് നിങ്ങളുടെ അപ്പച്ചന് എന്റെ മേലൊരു കണ്ണുണ്ടായിരുന്നു. കയ്യെത്താത്ത കൊമ്പത്ത് കയറി പിടിച്ച താഴെ വീഴലോന്ന് വിചാരിച്ച് ഞാൻ ഒഴിഞ്ഞു മാറിയതാ. അല്ലെങ്കിലേ ഈ കായകുള കൊച്ചുണ്ണിനെ തള്ളി അവന്റെ ഗതി എനിക്ക് വരില്ലായിരുന്നു. എന്റെ അപ്പം വേറെ ഏതെങ്കിലും നല്ല പമ്പളെ കെട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഈ ഗൺ ഫൈറ്റ് കാഞ്ചനയുടെ മോനായി ജനിക്കേണ്ട ഗതി വരില്ലായിരുന്നു. എന്താണ് നീ പറഞ്ഞത്? എടാ ഈ നിനക്കെന്റെ സ്വഭാവം അറിഞ്ഞൂടാ. ഒരെണ്ണം കൂടെ അങ്ങോട്ട് ഒഴിക്ക്. കടന്നു വരുന്ന വഴിത്താരയിലെ ഓരോ മണൽത്തരികളെയും പുളകച്ചാർത്തണിയിച്ചുകൊണ്ട് കേരളത്തിന്റെ പൊന്നോമന പുത്രിയായ കുഞ്ഞന്നാമ്മ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ഒരു തിരുതയെ പോലെ മന്ദം നീന്തി നീന്തി വരികയാണ്. നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും കുഞ്ഞന്നാമ്മയുടെ മത്സ്യം. അമ്മച്ചി, കുഞ്ഞന്നാമ്മയുടെ മത്സ്യത്തിന് നമ്മുടെ അടയാളം മീൻ. വെടിഞ്ഞു ജീവനറ്റ ഭാവികൾക്കായി. ആഹാ, ഇതാരാണപ്പാ? ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ വന്നാണ്. ഇപ്പോഴെങ്കിലും തനിക്ക് നല്ല ബുദ്ധി തോന്നിയില്ലടോ നായരെ. അമ്മച്ചി, ഈ നാമ്പേച്ചു വല്ല നോക്കിയിരിക്കാണ്ട് ഇത്തിരി ചായ എനിക്ക് സൽക്കരിക്ക്. 8 വീട്ടിലെ കാര്യസ്ഥൻ കേശുനായര് കേവലം ഒരു മീൻകാരിയുടെ സൽക്കാരം സ്വീകരിക്കാൻ മാത്രം തരം താന്നിട്ടില്ല. ഞങ്ങള് കർത്താവിന്റെ കുഞ്ഞാടുകളാണോ? കിടന്ന് പടയ്ക്കാതെ വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു തൊലക്കി. ഞങ്ങളെ കുറച്ച് ബുസിയാണ്. തിരക്കാണെന്ന് ഇംഗ്ലീഷ്. ഇവിടുത്തെ നാട്ടുപ്രമാണിയും സ്ഥിരം പഞ്ചായത്ത് പ്രസിഡന്റുമായ അനന്തം പിള്ളയ്ക്കെതിരെ കേവലം ഒരു മീൻകാരി മത്സരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പൊ 8 വെട്ടിപ്പിള്ളമാര് ഉന്തിത്തള്ളി വിട്ടതാണ്. ഉന്തിത്തള്ളി വിടാൻ ഞാനിത് ഉന്തുവണ്ടിയോ? എടോ, നാളെ രാവിലെ ചന്തയിൽ ചെന്ന് 2 കൈയും പൊക്കി മീനെ മീനെന്ന് വിളിച്ച് കൂടണമെന്നുണ്ടെങ്കിലേ തള്ളയുടെ നോമിനേഷൻ പിൻവലിപ്പിക്കണം. ഇല്ലെങ്കിൽ താൻ ഞങ്ങളെ മൂക്കിക്കറ്റിക്കളയുവാ. എന്റെ അമ്മയ്ക്ക് ഇലക്ഷന് നിർത്തും, വേണ്ടി വന്ന ഇലക്ട്രിക് പോസ്റ്റിൽ നിർത്തും. മര്യാദക്കല്ലെങ്കിൽ നീ രാത്രി തന്നെ നിന്റെ തള്ളയെ ഞാൻ കെട്ടിയടിക്കും. അമ്മച്ചി, എടോ നായരെ, ഒന്നിങ്ങോട്ട് വന്നേ. അങ്ങനെ വഴിക്കുവാ. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. നീ എപ്പോ വന്നു? ഇപ്പൊ എത്തിയതേ ഉള്ളൂ. എന്താ നീ ഇവിടെ കൂടുന്നു? വേണ്ട ചാ, ഹോസ്റ്റലിൽ വെച്ച് ഞാൻ 24 മണിക്കൂർ എക്സർസൈസ് ആയിരുന്നു. പഠിത്തത്തിനേക്കാൾ ഞാൻ എക്സർസൈസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് പ്രൊഫസർ എപ്പോഴും പരാതി വരെ പറയുമായിരുന്നു. പിന്നെ ഇച്ചായൻ എനിക്ക് കുറച്ച് കരാട്ടെ ചിലപ്പോ പഠിപ്പിച്ചു തരേണ്ടി വരും. എന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? ഒന്നുമില്ല, സമീപഭാവിയിൽ തന്നെ അതിന്റെ ആവശ്യം വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നു, അത്രേ ഉള്ളൂ. നീ ധൈര്യമായിരിക്കും. കരാട്ടയും കളരിപ്പേറ്റും കമ്പടി വിദ്യയും ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. അതിനു മുമ്പ് നിന്റെ ബോഡി കുറച്ച് ഫിറ്റ് ആക്കണം. അതിപ്പോ തന്നെ ഫിറ്റ് ആച്ചാ. ഇതുപോരാ, നാളെ മുതൽ വെളുപ്പിന് 3 മണിക്ക് നീ എന്റെ കൂടെ എഴുന്നേൽക്കണം. എന്നിട്ട് രാവിലെ 4 മണി മുതൽ 7 മണി വരെ നീ എന്റെ കൂടെ എക്സർസൈസ് ചെയ്യണം. അല്ല, വളരെ കറക്റ്റ്. എങ്കിലേ ഇച്ഛയൊന്ന് നേരെയാവും. കൂടുതൽ സ്മാർട്ട് ആവാൻ ശ്രമിക്കരുത്. സ്മാർട്ടായാലും എന്നാ ചെയ്യും? പലതും ചെയ്യും. ഒരു പുല്ലും ചെയ്യാനില്ല. ചെയ്യാനുണ്ടോ? എന്താണ് രഹസ്യം? ഒന്നുമില്ല ചാ, ഇവനെ മാത്രം എക്സർസൈസിൽ നിന്ന് എന്തിനു ഒഴിവാക്കുന്നെന്ന് ചോദിക്കുക. അതന്നെ അത്രേ ഉള്ളൂ. നാളെ വെളുപ്പിന് 3 മണിക്ക് നീയും കുടിക്കോ. പിന്നെന്താ? എനിക്ക് രാവിലെ അവന് ഉറക്കം എഴുന്നേക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ 2-3 ദിവസത്തേക്ക് ഇച്ചായൻ ഇവന്റെ തലയിൽ 5-6 കുടം വെള്ളം ഒഴിച്ച് ഉണർത്തിക്കൊള്ളൂല്ലേ? പിന്നെന്താ, നാളെ മുതൽ വെളുപ്പിന് 3 മണിക്ക് നിന്റെ തലയിൽ വെള്ളം ഒഴിക്കുന്ന കാര്യം ഞാൻ ഏറ്റടാ. സൗകര്യമല്ലോ. അമ്മവങ്ങന്മാര്, മാതാപിതാക്കളെ, സഹോദരികളെ, ഈ ഇരിക്കുന്ന കുഞ്ഞന്നമ്മ എന്റെ അമ്മയ്ക്കല്ല, ഈ പഞ്ചായത്തിന്റെ അമ്മയ്ക്കാണ്. അമ്മയ്ക്ക് വിജയിപ്പിക്കേണ്ട ചുമതല
നമുക്കെല്ലാവർക്കും ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി കുഞ്ഞന്നാമ്മയെ പ്രസംഗിക്കാൻ ഞാൻ ക്ഷണിക്കുകയാണ്. അമ്മച്ചി പ്രസംഗിച്ചമ്മച്ചി വെള്ളമടിച്ചിട്ടുണ്ടാ? പരിചയമില്ലാത്ത പണിക്കല്ലേ മോനെ അമ്മച്ചി ഇറങ്ങിയിരിക്കുന്നത്. ധൈര്യത്തിന് വേണ്ടി ഒരു 200 മില്ലി വീശി. ഇനിയും വേണം. പോയി പ്രസംഗിക്കണം. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, എനിക്ക് പ്രസവിച്ചല്ലാതെ പ്രസംഗിച്ച് യാതൊരു പരിചയമില്ല. എട്ട് വീട്ടിലെ അനന്തപിള്ള കാണിച്ചിട്ടുള്ള തെമ്മാടി തരത്തിന് 2 പെടപെടയ്ക്കണമെന്ന് ഞാൻ കുറെ നാളായി വിചാരിക്കുന്നു. അപ്പോഴാ എല്ലാവരും പറഞ്ഞത് അയാളെ പാഠം പഠിപ്പിക്കാൻ വേറെ വഴിയുണ്ടെന്ന്. അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന് ഞാൻ ഏറ്റത്. ആ ദുഷ്ടനെ പൊട്ടിക്കാൻ നിങ്ങൾ എല്ലാവരും എന്നെ വിജയിപ്പിക്കണം. വേറൊന്നും നിങ്ങളോട് ഈ അമ്മച്ചിക്ക് പറയാനില്ല. നിങ്ങൾ സ്ഥാനാർത്ഥിയാണ്. ഇനി ആളുകളെ കരയിപ്പിച്ചാൽ മതി.